ഹലോ, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല നാടൻ ഉച്ചയൂണ് കറികളായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അങ്ങനെ ദേ നല്ലൊരു പ്രഭാതവും കണ്ട് ദേ നമ്മൾ കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പം ദേ ഇവിടെ തണവൊക്കെ കുറഞ്ഞ് അത്യാവശ്യം ചെറിയ ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും 5:45 കഴിയുമ്പോഴേക്കും തന്നെ അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ ഒന്ന് തട്ടിമുട്ടിക്ക് നിന്ന് പിന്നെ അതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ഞാൻ നൂൽപുട്ടും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്ത് അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറി വരണ്ടേ, അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാം കേട്ടോ. അപ്പോൾ നൂൽപുട്ടിലേക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം നാളികേരപ്പാലാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഷുഗർ കഴിയുന്നതും ഒഴിവാക്കല്ലേ നല്ലത്. അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. മിക്കതും ഞങ്ങൾ നാളികേരപ്പാലാണ് ഉണ്ടാക്കാറ്. എന്തായാലും ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ടു, അരിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ മുട്ടക്കറിക്കുള്ള മുട്ട ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പൊടിയൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഒരു കോഫി കുടിച്ചാലേ നമ്മുടെ പണികളൊക്കെ ഒന്ന് ഉഷാറാവുള്ളൂ കേട്ടോ. അപ്പോൾ കോഫി കുടിക്കണ്ടെന്ന് വിചാരിച്ചാലും പക്ഷെ അത് എനിക്ക് കിട്ടിയേ പറ്റൂ. അപ്പോൾ ഒരു കോഫി കുടിച്ച് പിന്നെ ചടപടേ എന്നുള്ള നമ്മുടെ പണികളൊക്കെ തുടങ്ങായി കേട്ടോ. അങ്ങനെ നമ്മുടെ അരിപ്പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടക്കറിക്കായിട്ട് പാൻ വെച്ച് അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലിട്ട് മൂപ്പിച്ചു. ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത്രയാണ് പൊടികൾ ചേർത്തുള്ളത്. അപ്പോൾ പൊടികളൊന്നും മൂത്ത് വന്നപ്പോൾ നമ്മൾ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ് എടുത്തുള്ളത്. അത് കൂടി അതിലേക്ക് ചേർത്തു. ഇനി അതും കൂടി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ സവാളയും ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് വെച്ചുള്ള അതിലേക്ക് ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുത്തുള്ളത്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് അങ്ങനെ ചെറിയ തീയിൽ മൂടി വെച്ച് ആ സവാള ഒന്ന് ചെറുതായി ഒന്ന് വാടി വരിട്ട് അതിലേക്ക്. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് ഇനി വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അത് അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും മുട്ടയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് പച്ചവെള്ളത്തിലേക്ക് ചൂടാറാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ.
ഇനി ഇതേ ആ അടുപ്പത്തേക്ക് നമ്മൾ നൂൽപുട്ടിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നൂൽപുട്ടൊക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരമായി കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ നൂൽപുട്ട് എന്നെ ചുറ്റിക്കണില്ലേന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് വേഗം ചുറ്റിച്ചെടുത്തു. ഇനി അത് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നൂൽപുട്ടൊക്കെ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഉരുളൻകിഴങ്ങൊക്കെ സവാളയും നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് കുറച്ച് നാളികേരപ്പാൽ ആണ് ചേർക്കണത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നാളികേരത്തിൻ്റെ പൊടി ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നാളികേരപ്പാലോ ഇങ്ങനെ നാളികേരത്തിൻ്റെ പൊടി കലക്കിയെടുത്ത് എന്തായാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതും എടുത്തു. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലതേ നൂൽപുട്ടും മുട്ടക്കറി. പിന്നെ അതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒഴിച്ച് കറിയായിട്ട് ഇപ്പോൾ ഒന്ന് പച്ചക്കറി ഒന്നും അങ്ങനെ ഇരിപ്പില്ല. അപ്പോൾ കുറച്ച് പയറ് ഉണക്കപ്പയറാണ് ഒന്ന് കുത്തിക്കാച്ചെടുത്ത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് കഴുകി ഇതേ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കനിലേക്ക് ആവശ്യമുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഒരു ചെറിയ തക്കാളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നന്നായി പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തുള്ളത്. അതുപോലെ ഇഞ്ചി പച്ചമുളകൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമ്മളിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ടിട്ട് ഒന്ന് പുരട്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് അതൊന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ വരട്ടിയതാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് മസാല പുരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചു. അതേ നമ്മൾ അപ്പോഴേക്ക് പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് അങ്ങ് മാറ്റി പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കനില്ലേ, അത് അതിലേക്ക് ഇട്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ വറക്കണ അത്രയ്ക്ക് ഓയിലൊന്നും ഒഴിക്കേണ്ട, കുറച്ച് മാത്രം ഓയിൽ അതിൽ കിടന്നൊന്ന് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ചിക്കൻ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട്. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും തക്കാളിയും അതിലേക്ക് ഇടുന്നത് കേട്ടോ. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും മൂടി വെച്ച് കൊടുത്തു. അങ്ങനെ ഒരു 3-4 മിനിറ്റൊക്കെ അങ്ങനെ ചെറിയ തീയിൽ കിടന്നു. അപ്പോഴേക്കൊന്ന് സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു, തക്കാളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചതച്ച മുളകും, അപ്പോൾ ഒരു 1/2 സ്പൂണൊക്കെ ഉണ്ടാവും ചതച്ച മുളകും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും വീണ്ടും ചേർത്ത് അതൊന്ന് ഇളക്കി അതങ്ങോട്ട് മാറ്റി വെച്ച് അത് അവിടെ അങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് അങ്ങനെ വരട്ടിയെടുക്കാം കേട്ടോ.
ഇനി ഇതേ പയറൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച്, അപ്പൊ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോ ചതച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാട്ടോ. അപ്പൊ ചെറിയുള്ളിയും കറിവേപ്പിലയും മൂത്ത് വന്നപ്പോ എരിവിന് ആവശ്യമുള്ള ചതച്ച മുളക് പൊടി ചേർത്തു. അപ്പൊ അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചുള്ള പയറില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ. അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പയറില്. എന്നിട്ട് ആ പയർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് ചേർക്കണത് ഇഞ്ചിയാണ്. അപ്പൊ ഇഞ്ചി ചതച്ച് ചേർക്കണതാണ് നല്ലത്. ഇപ്പൊ നമ്മള് ചിക്കനിലേക്ക് അരിഞ്ഞപ്പോ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അരിഞ്ഞെടുത്തതാണ് അതിലേക്ക് ഇട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തു. അപ്പൊ ഉപ്പൊക്കെ നോക്കുക, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തു. കറിയൊക്കെ ഒന്ന് ചെറുതായി കുറുകി വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി. അപ്പൊ നമ്മുടെ ഒഴിച്ചു കറിയായുള്ള പയറ് കുത്തിക്കാച്ച് റെഡിയായി. അപ്പോഴേക്കും ചിക്കൻ ചെറിയ തീയിൽ അങ്ങനെ കിടന്ന് അങ്ങനെ പരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായി വാടി എല്ലാം കൂടി അതിൽ ചേർന്ന് നല്ലൊരു മസാല ആയിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ഒന്നും കഴിക്കാനായിട്ട് കേട്ടോ. അപ്പൊ നല്ല മുളക് പൊടി ഒക്കെ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ചിക്കൻ വരട്ടിയതാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഒരു ഒഴിച്ചുകറിയും ചിക്കൻ വരട്ടിയതും പിന്നെ കുറച്ച് പപ്പടം ഇരിപ്പുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ ഇത് നമ്മുടെ ഗുരുവായൂർ പപ്പടാണ്. ചേട്ടൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നതാണ്. അപ്പൊ കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ചായിട്ട് എടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വറുത്തെടുക്കും കേട്ടാ. അപ്പൊ നമ്മുടെ ഒഴിച്ചുകറിയും ചിക്കൻ വരട്ടിയതും പപ്പടവും. പിന്നെ എനിക്ക് പയറ് കുത്തിക്കാച്ചയിലേക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് കുറച്ച് ഉണക്കമീനും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം. അപ്പൊ ചോറും പിന്നെ ചിക്കൻ വരട്ടിയത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല ചിക്കൻ. അപ്പോൾ ഒരു 2 കഷ്ണം ചിക്കൻ വരട്ടിയത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ എൻ്റെ ഇഷ്ടവിഭവമായ ഉണക്കമീൻ വറുത്തത്, പയറ് കുത്തിക്കാച്ചിയതും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.